സംസ്ഥാനത്ത് 5 ജില്ലകളിലായി 18 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നു. ജനകീയ ക്യാമ്പയിനിലൂടെ രോഗവ്യാപനം തടയുകയാണ് ലക്ഷ്യം. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് രോഗബാധിതർ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. വലിയ ആശങ്കയാണ് പലരിലും ഇത് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾ എടുക്കണമെന്നാണ്? ഓരോരുത്തരിലേക്കും ഈ ഒരു സന്ദേശം എത്തിക്കുക എന്നതല്ലേ ആരോഗ്യവകുപ്പിന്റെ ഒരു പ്രതിരോധ നടപടി? ക്രിസ്റ്റീന, മറ്റ് രോഗങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന മരണനിരക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾക്കുള്ളത്. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് അത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഈ വരുന്ന ശനി, ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ശുചീകരിക്കാനാണ് നിലവിൽ സർക്കാരിൻ്റെ തീരുമാനം. ആരോഗ്യവകുപ്പിൻ്റെയും തദ്ദേശ വകുപ്പിൻ്റെയും ജലവിഭവ വകുപ്പിൻ്റെയും സംയോജനത്തോടു കൂടിയായിരിക്കും ഈ പ്രവൃത്തി നടക്കുന്നത്. ഹരിത കേരളം മിഷൻ അടക്കം ഈ പ്രവർത്തികളിൽ പങ്കാളികളാകുമെന്നതാണ് നിലവിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വീടുകൾക്ക് പുറമെ പ്രതീക്ഷിലേക്ക് എത്താം. ആ ശബ്ദത്തിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം പ്രതീക്ഷിലേക്ക് എത്താം. നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് ആരോഗ്യവകുപ്പ്. അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതൽ ജില്ലകളിൽ സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് നിലവിൽ രോഗബാധിതർ ഉള്ളത്. ജനകീയ പ്രതിരോധത്തിലേക്ക് പോകാം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. അങ്ങനെ പ്രതിരോധ നടപടികൾ ശക്തമാക്കാനാണ് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് എടുത്തിരിക്കുന്ന തീരുമാനം. 18 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 5 ജില്ലകളിലായിട്ടാണ് 18 പേർ നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രതിരോധം ഘടിപ്പിക്കാനുള്ള തീരുമാനം. MG പ്രതീഷ് തുടരുന്നുണ്ട്. പ്രതീഷിലേക്ക് വീണ്ടും. ഉന്മേഷ, 5 ജില്ലകളിലായാണ് നിലവിൽ ആക്റ്റീവ് കേസുകൾ ഉള്ളത്. നേരത്തെ 41 കേസുകൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് ഇന്നലെ അറിയിച്ചിരുന്നു. 18 ആക്റ്റീവ് കേസുകൾ വിവിധ ജില്ലകളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത വേണമെന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. കാരണം ഈ രോഗാണു ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അത് തലച്ചോറിനുള്ളിൽ കയറി വളരെ പെട്ടെന്ന് തന്നെ രോഗം ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. മലിനജലത്തിലൂടെയാണ് പ്രധാനമായും ഈ അമീബ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഈ മലിനമായി കിടക്കുന്ന മുഴുവൻ ജലാശയങ്ങളും ശുചീകരിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യും. ശനി, ഞായർ ദിവസങ്ങളിലാണ് അത്തരത്തിൽ ഒരു ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർ എത്രയും വേഗം ചികിത്സ തേടണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം വിവിധ ആശുപത്രികൾക്കും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ ഉടനടി വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ശനി, ഞായർ ദിവസങ്ങളിലാണ് ഈ ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുക. ഉന്മേഷ്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.